നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വരൂ, റൂം കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? റൂം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം വളരെ നീറ്റായി കിടക്കുന്നു. ആ മുറിയിൽ ആരാ മാഡം? അതൊക്കെ തന്നെ താനറിയുന്ന. ഞാൻ കാണിച്ച മുറി ഇഷ്ടപ്പെട്ടെങ്കിൽ എഗ്രിമെന്റ് ചെയ്യാം. ഇനി അതല്ല മറ്റെന്തെങ്കിലും അറിയാനാണ് ഇവിടെ വന്നതെങ്കിൽ ഈ ഭാമിനി തങ്ങച്ചി ആരെന്ന് താനറിയും. അയ്യോ മാഡം എന്നെ തെറ്റിദ്ധരിക്കല്ലേ. നമ്മളൊരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോ അവിടുത്തെ മറ്റ് അന്തേവാസികൾ ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. മാഡത്തിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നമുക്ക് എഗ്രിമെന്റിലേക്ക് കടന്നാലോ? വാ, അങ്ങോട്ടിരിക്കാം. ഇരിക്കടോ. ഹലോ ആമി, ഞാൻ വന്നോണ്ടിരിക്കാം. മോളുടെ മെഡിസിന് വേണ്ടി 2-3 കടകളിൽ കയറേണ്ടി വന്നു. അതാ കുറച്ച് ലേറ്റ് ആയത്. രഘുവേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. ഇവിടെ വിനയം വന്നിട്ടുണ്ട്. വിനയനോ? അല്ല വിനയൻ നിന്നെ കണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് മിസ്സായിന്ന് പറയാം. ഞാൻ മുന്നിൽ പെട്ടുപോകണ്ടായിരുന്നു. അല്ല അവനെന്തിനായിരിക്കും ആമി അവിടെ വന്ന്? രഘുവേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അവൻ നമ്മുടെ പുറകെ ഉണ്ടെന്ന്. അപ്പൊ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരിക്കണം വിനയം വന്നത്. എങ്കില് അത് അപകടമാണല്ലോ ആമി. ഇനി ഭാമിനി മാഡം എന്റെ നിന്റെ ഡീറ്റെയിൽസ് അവന് കൊടുക്കോ? അതൊന്നും അവര് ചെയ്യില്ല. പക്ഷേ എന്നെയോ രഘുവേട്ടനെ കുറിച്ചോ വിനയൻ എന്തെങ്കിലും മാഡത്തോട് ചോദിക്കോ പറയുകയോ ചെയ്താ അത് ചിലപ്പോ ബുദ്ധിമുട്ടാവും. എന്തായാലും നോക്കാം ആമി. പക്ഷേ അവൻ അവിടെ നിന്ന് പോയിന്ന് ഉറപ്പുവരുത്തിയിട്ടേ എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയൂ. ഇനി മെഡിസിൻസ് എങ്ങനെ അവിടെ എത്തിക്കുന്ന? ഇന്ന് രാത്രിയിൽ കൊടുക്കേണ്ട മരുന്ന് രഘുവേട്ട. വിനയൻ അധിക സമയം ഇവിടെ നിൽക്കാനിടയില്ല. രഘുവേട്ടൻ ഇരുട്ടിയ ശേഷം വന്നാ മതി. രാത്രി വന്നാ നിന്നെ മോളൊന്ന് കാണാൻ പോലും ആ ഭാമിനെ തങ്ങച്ച് സമ്മതിക്കില്ല. അതാ ഒരു വിഷമം. ഞങ്ങൾ കണ്ടില്ലെങ്കിൽ രഘുവേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? അത് ആമി, അല്ല നിയമോൾക്ക് വയ്യാതിരിക്കല്ലേ ആമി? നിയമോളെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഹലോ ആമി, ഞാൻ പറഞ്ഞതിന് മറ്റൊരർത്ഥത്തിലും കാണല്ലേ? മോശം ഒരർത്ഥത്തിൽ ഒരിക്കലും കാണില്ല രഘുവേട്ട. ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇപ്പൊ ഈ ലോകത്ത് ആകെയുള്ള ഒരാള് രഘുവേട്ടനാ. ആ അർത്ഥത്തിൽ കണ്ടൂടെ? സത്യം പറഞ്ഞ എനിക്കും എന്റെ മോൾക്കും രഘുവേട്ടനെ കാണുമ്പോ സാക്ഷാൽ ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടൊരു തോന്നലാ. രഘുവേട്ടൻ ഇവിടെ വരെ വന്നിട്ട് കാണാൻ കഴിയാതെ പോകുമ്പോ ഞങ്ങൾക്കായിരിക്കും കൂടുതൽ വിഷമം.
നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ മുറിയിൽ നോക്കിയിട്ട് കണ്ടില്ല. കുടിക്കാൻ എന്തെങ്കിലും വേണോ പ്രതിഭേ? ഇപ്പൊ ഒന്നും വേണ്ട. കുറച്ച് കാറ്റും വെളിച്ചവും കിട്ടാൻ വേണ്ടിയാ കുറച്ച് സമയം ഇവിടെ ഇരിക്കാന്ന് വെച്ചത്. ശരിയാ. എത്ര നേരം എന്ന് വെച്ചാ മുറി കിടക്കുന്നേ? ചിലർക്കൊക്കെ മുറിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഏടത്തെ ഉദ്ദേശിച്ചാണോ നീ പറഞ്ഞത്? എല്ലാവരും അകറ്റി നിർത്താൻ നോക്കിയാ പിന്നെ ഏടത്തി ഇപ്പൊ എന്ത് ചെയ്യും? ഞാനായിട്ട് ആരെ അകറ്റി നിർത്താനൊന്നും നോക്കിയിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും ഏട്ടത്തി ആഹാരവും വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നാ നിങ്ങൾ ആരെങ്കിലും കഴിക്കൂ? അതുകൊണ്ട് കിച്ചണിലെ കാര്യങ്ങള് തൽക്കാലം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇനി ഏട്ടത്തി ആഹാരം ഉണ്ടാക്കുന്നതില് നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ലെങ്കിൽ ഞാൻ മാറിക്കൊടുക്കാൻ തയ്യാറാണ്. എനിക്കത്രയും ജോലി കുറഞ്ഞു കിട്ടുമല്ലോ. എനിക്ക് അനുചേച്ചി ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ മടിയോ പേടിയോ ഒന്നുമില്ല. ഇനി ഒരു ഫുഡ് പോയ്സൺ ഈ വീട്ടിൽ ഉണ്ടാകാനും പോകുന്നില്ല. അത് ശരിയാ. അറിഞ്ഞോ അറിയാതെയോ അതിന്റെ പിന്നിൽ ആരുടെ കൈയായിരുന്നാലും ഇനി എന്തായാലും അവരൊന്ന് സൂക്ഷിക്കും. ഗ്യാസ് സ്റ്റവ് അറിയാതെ തുറന്നു വെച്ചിട്ട് പോകുന്നത് പോലെയാണോ സത്യേട്ടാ ഇത്? ഇതാര് ചെയ്തതായാലും അറിഞ്ഞോണ്ട് തന്നെ ചെയ്തതാ. അതെ, ആരെ ഉന്നം വെച്ചെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. എന്തായാലും നഷ്ടം പറ്റിയത് എനിക്ക് അല്ല, നമുക്ക്. അച്ഛനും അമ്മയും ആകാനുള്ള നമ്മുടെ ഭാഗ്യം നമുക്ക് ഇല്ലാതായേ. അതിനുള്ള ശിക്ഷ ആർക്കായാലും ദൈവം കൊടുത്തിരിക്കും. സോനെ, ഇവിടെ നടന്ന കാര്യത്തിന്റെ നിജസ്ഥിതി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നീ ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഏടത്തിയെ തെറ്റുകാരിയാക്കാൻ നോക്കുന്നത് ശരിയല്ല. തെളിവുകളൊക്കെ ഏട്ടത്തിക്ക് എതിരല്ലേ സത്യേട്ടാ? നമ്മളെ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ കണ്ണടക്കേണ്ട കാര്യം എന്താ? ഇപ്പോഴേ മനസ്സുകൊണ്ട് അത് ഉറപ്പിച്ചാലേ ഏട്ടത്തെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോ നമുക്ക് വലിയ നടുക്കം ഇല്ലാതിരിക്കും.